ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഓണം ഇങ്ങ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണം ആഘോഷിക്കാൻ വേണ്ടി എങ്ങനെ ആഘോഷിക്കുമെന്ന് അറിയാതെ ഓരോരുത്തർ പരക്കം പായുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ബോണസ് അനുവദിച്ചിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യ പെൻഷൻ ഏണ്ട് അനുവദിച്ചിട്ടുണ്ട്. കൃഷിക്കാർക്ക് എന്നാവോ പണമുള്ള ഒന്നുമില്ല. അവർ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലുള്ള കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേന ഇതിൻ്റെ എല്ലാം പുറകെ ഓടുകയാണ്. ഇത് പറിച്ചുകൊണ്ട് കൊടുത്തിട്ട് വേണം അവർക്ക് ആഘോഷിക്കാൻ. അങ്ങനെയാണ് അവരെയും സംരക്ഷിക്കണ്ടേ? കേരളത്തിൽ 3.5 കോടി ജനങ്ങളുള്ളിൽ 20 ലക്ഷത്തിൽ താഴെയുള്ളൂ പെൻഷൻകാരും ജോലിക്കാരും. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ 90% അവർക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. ജനങ്ങളുടെ എല്ലാ നികുതിപ്പണം എല്ലാം പിരിച്ചെടുത്ത് കഴിച്ച് അതിൻ്റെ 90% ഈ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. ബാക്കി 10% മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുള്ളൂ. ഇനി ശമ്പള പരിഷ്കരണം ഒരു 10 വർഷത്തിൽ ഒരിക്കലേ ആകാവുള്ളൂ. അത് കർശനമായിട്ട് തന്നെ സർക്കാർ തീരുമാനിക്കുക. അതുപോലെ തന്നെ കൂടിയ ശമ്പളം 1 ലക്ഷം എന്ന രീതിയിൽ നിജപ്പെടുത്തുക. കുറഞ്ഞ ശമ്പളം 50,000 താഴെയുള്ളവർക്കെല്ലാം കൂട്ടിയും കൊടുക്കുക. അല്ലെ ഈ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് അവരെ മാത്രം വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവർ എന്ത് ചെയ്യും? സാധാരണപ്പെട്ട കൃഷിക്കാരെയും കൂടെ വളർത്തിക്കൊണ്ട് വരണ്ടേ? എന്നുവെച്ചാൽ ഇവരുടെയും കൂടെ നികുതിപ്പണം എല്ലാം എടുത്താണല്ലോ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പം അത് മാത്രമല്ല, അവർക്കും സംരക്ഷണം കൊടുക്കണ്ടേ? അവരെയും വളർത്തിക്കൊണ്ട് വരണ്ടേ? അതുകൊണ്ട് കൃഷിക്കാരെയും എങ്ങനെയും വളർത്തിക്കൊണ്ട്, അതുപോലെ 60 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഒരു 5,000 അല്ലെങ്കിൽ 10,000 രൂപയിലും പെൻഷൻ കൊടുത്ത് അവരെയും സംരക്ഷിക്കണം. ഈ സർക്കാർ ജോലിക്കാർ മാത്രം സുഭിക്ഷമായിട്ട് കഴിഞ്ഞാൽ മതിയോ? ബാക്കിയുള്ള സാധാരണപ്പെട്ടവർക്കും അവരും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പുതിയ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവന്ന്, പുതിയ ബിസിനസ്സുകൾ കൊണ്ടുവന്ന് നമ്മുടെ പുതിയ തലമുറ ഇവിടുന്ന് പോകാതെ അവരെ ഇവിടെ പിടിച്ചു നിർത്തി അവർക്കുള്ള ജോലിയും കൊടുത്ത് നമ്മുടെ കേരളത്തെ രക്ഷപ്പെടുത്തുക. അല്ലാതെ നമ്മുടെ പാവപ്പെട്ടവരെ തഴഞ്ഞ് ഒരു കൂട്ടരെ മാത്രം വളർത്തിക്കൊണ്ട് വരിക. അതിന് മാറ്റം വരുത്തി പുതിയൊരു തീരുമാനം സർക്കാർ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.